പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും അതിൻ്റെ പർപ്പസുകൾ, അതിൻ്റെ നിർമ്മാണ പ്രക്രിയകൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അതല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. നമ്മളെല്ലാവരും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതാണ്. ആ മൊബൈൽ ഫോണിൻ്റെ ഫുൾ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്കറിയാം, അതിലെ ഫെസിലിറ്റിയെക്കുറിച്ച് അറിയാം, അതിൻ്റെ വ്യത്യസ്ത ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തന്ന പ്രകൃതത്തിനെക്കുറിച്ചോ ചിന്തകളെക്കുറിച്ചോ ഒരാൾക്കും മറ്റൊരാളുടെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വാക്ക് ഒരു പക്ഷേ നമ്മളൊരു നല്ല കാര്യം വിചാരിച്ചുകൊണ്ട് പറയുന്നതാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിയാക്കാൻ വിചാരിച്ചു, പക്ഷേ അത് എത്രത്തോളം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതേ വാക്ക് ഒരേ വാക്ക് കൊണ്ട് വളർത്താനും തളർത്താനും സാധിക്കുന്ന ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ആത്മഹത്യ ചെയ്യുക, ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാവണം പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് വിട്ട് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഈ ആത്മഹത്യകൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേൾക്കും, ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച ഒരാൾ ഒരിക്കലും അതിനെക്കുറിച്ച് പറയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ മോഡേൺ സൈക്കോളജി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ ചെറിയ ഇൻഡിക്കേഷൻസ്, സൂചനകളൊക്കെ നൽകും എന്നുള്ളതാണ്.